ബാലതാരമായി അഭിനയരംഗത്തെത്തി. പിന്നീട് നായികാ-നായകന്മാരായ മലയാള സിനിമാ താരങ്ങളെ പരിചയപ്പെടാം. നസ്രിയ നസീം 2006-ൽ പുറത്തിറങ്ങിയ പളുങ്ക് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അഭിനയരംഗത്തെത്തി. വിനീത് കുമാർ 1989-ൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു. മഞ്ജിമ മോഹൻ 1998-ൽ കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. ഗണപതി എസ് പൊതുവാൾ ദിലീപിനെ നായകനാക്കി 2007-ൽ പുറത്തിറങ്ങിയ വിനോദയാത്ര എന്ന ചിത്രത്തിൽ ഗണപതി എന്ന ബാലതാരമായി അഭിനയരംഗത്തെത്തി. സനുഷ സന്തോഷ് 2000-ൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ഇരട്ട വേഷത്തിലെത്തിയ ദാദാസാഹിബ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. ശാമിലി 1990-ൽ പുറത്തിറങ്ങിയ മാളൂട്ടി എന്ന ചിത്രത്തിൽ മാളൂട്ടിയായി അഭിനയിച്ചുകൊണ്ട് അഭിനയരംഗത്തെത്തി. ഊർവശി 1979-ൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ കതിർ മണ്ഡപത്തിൽ ബാലതാരമായി അഭിനയിച്ചു. ദിവ്യ ഉണ്ണി നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. ശാലിനി 1983-ൽ പുറത്തിറങ്ങിയ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. ജോമോൾ 1989-ൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ച എന്ന ബാലതാരമായി അഭിനയിച്ചു. പ്രണവ് മോഹൻലാൽ 2002-ൽ പുറത്തിറങ്ങിയ ഒന്നാമൻ എന്ന ചിത്രത്തിൽ രവിശങ്കർ എന്ന ബാലതാരമായി അഭിനയിച്ചു. കാവ്യ മാധവൻ 1991-ൽ പുറത്തിറങ്ങിയ പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. ഗീതു മോഹൻദാസ് 1986-ൽ പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ ദീപമോൾ എന്ന ബാലതാരത്തെ അവതരിപ്പിച്ചു. മഞ്ജു വാര്യർ 1995-ൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. സുരേഷ് ഗോപി 1965-ൽ പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. സജിത ബേട്ടി മിസ്റ്റർ ആൻഡ് മിസിസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു. സോണിയ ഇവൾ ഒരു നാടോടി എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു.